ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ എന്താ പറയുക, അടിച്ചു പൊളിച്ച് എവിടെയെങ്കിലും നിൽക്കുമ്പോഴായിരിക്കും ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ഈ ഒരു വ്ളോഗിൻ്റെ ബിഗിനിങ് തന്നെ ബാക്കിൽ ഒരാളെ എന്തുകൊണ്ട് ഇങ്ങനെ കള്ളന്മാരെ പോലെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ആളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ നടു തടവിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നടു പറന്നുപോയി. കാരണം അതിൻ്റെ അടുത്ത ആഴ്ച ഡെലിവറി പറഞ്ഞേക്കുന്നത്. ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ഗോ വെൽ. അപ്പോൾ നമുക്ക് അതിന് തൊട്ട് മുന്നേ ഓട്ടിച്ചിട്ടൊരു ഫോട്ടോഷൂട്ട് ഞാനും ഇവന് കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി ലക്ഷ്മി സനീഷിനെ അഫ്കോഴ്സ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ലക്ഷ്മി സനീഷ് വന്ന് നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് തന്ന് നമ്മളൊരു ഭയങ്കര ഒരു പ്രോപ്പർ പ്രൊഫഷണൽ ഷൂട്ടായിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത് മാത്യുവിൻ്റെ കൂടെ, സ്റ്റോറീസ് ബൈ മാത്യു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 3 ക്രിമിനൽസിനെ കാരണം ഓടി നടന്നിട്ട് നമുക്ക് ഇതിനൊന്നിനും ടൈം കിട്ടിയില്ല. ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു മൊത്തത്തിൽ. ഓട്ടം പിന്നെ എൻ്റെ ഗോഡൗൺ നമ്മൾ പുതിയ സ്റ്റോർ മാറ്റുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ തിരക്കായിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മാത്യുവിനെ വിളിച്ച് പറഞ്ഞു, മാത്യുവിൻ്റെ സ്റ്റുഡിയോ നമ്മൾ വരാം, ജസ്റ്റ് നമുക്കൊരു 1 hour ഈ ഒരു ഷൂട്ടൊന്ന് തീർക്കാം. ജസ്റ്റ് പ്രത്യേകിച്ചുള്ളൊരു ഷൂട്ടൊന്നും അല്ല. ഐ തിങ്ക് ഒരുവിധം എല്ലാവരും ചെയ്യുന്നൊരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിൽ ജസ്റ്റ് ഷർട്ട് ജീൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ബെല്ലി കാണിച്ചിട്ടുള്ള പോലത്തെ ഒരു ഷൂട്ട്, അത്രേ ഉള്ളൂ. വേറെ അധികം എക്സ്ട്രാ ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ തന്നെ സ്വന്തമായി മേക്കപ്പ് ഇട്ട്, അതിനോ ലക്ഷ്മി സനീഷിൻ്റെ പോലത്തെ കിടിലം മേക്കപ്പ് ഒന്നും ആവില്ലെങ്കിലും ഒരു ചെറിയ ടച്ചപ്പ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് ഇറ്റ് ടേൺസ് ഔട്ട് വെൽ ഇൻ ദ ഫോട്ടോസ്. അശ്വിനും ഇപ്പോൾ വരുന്നു. ഇപ്പോൾ 4 മണിയായി. നമ്മൾ 4 മണിക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞ, പക്ഷേ ലേറ്റ് ആയിപ്പോയി. സോ വി ആർ റണ്ണിങ്. ഇനി മാത്യുവിൻ്റെ അവിടെ എത്തിയതിന് ശേഷം കാണാം. ഞാൻ ബ്ലോ ഡ്രയർ വരെ കൊണ്ടുപോവാണ്, മുടി കാറ്റ് പറപ്പിച്ചൊക്കെ ഫോട്ടോ എടുക്കാൻ. അശ്വിൻ ദേ പുതിയ H&M ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. കൊള്ളാം, ഒരു അച്ഛനാവാൻ റെഡിയാണോ അടുത്ത ആഴ്ച? അടുത്ത ആഴ്ച തൊട്ട് താൻ ഒരു പയ്യനല്ല, യുവർ എ ഫാദർ. What do you feel? What is the feel? നടക്കാതെ അവിടെ നിന്ന് കാര്യം പറ. താൻ തോന്നുന്നു ആരെങ്കിലും വിഷ് ചെയ്യണോ? സ്വന്തമായിട്ട് തന്തയാവാൻ പോണെന്ന്. കൊള്ളാം, എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന്. ആർക്ക്? ഇവിടെ ഞാനാണ് പ്രസവിക്കാൻ പോണേ. കൊള്ളാം, എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ, ഓൾ മൈ വിഷസ്. എന്തോന്ന്? ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലോ ഡ്രയർ ഒക്കെ എടുത്ത് മാത്യുവിൻ്റെ അങ്ങോട്ട് പോവാം. ഞാൻ ദേ അശ്വിൻ അഞ്ജലിയുടെ എൻഗേജ്മെന്റിന് ഇട്ട് ഓവർകോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ ഒരു ബ്രാലറ്റും ഉണ്ട്. അതും ഞാൻ ഈ ഒരു ലുക്കിൻ്റെ കൂടെ ഇട്ട് എടുക്കുന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് ടേൺസ് ഔട്ട് വെൽ. ഐ ഡോണ്ട് നോ, 1-2 സെലിബ്രിറ്റീസിനെ കണ്ട് കോപ്പി അടിച്ചതാണ്, അറിഞ്ഞൂടാ എങ്ങനെ വരുന്ന. അവരൊക്കെ നല്ല അടിപൊളി ഒരു ചരക്ക് ലുക്കായിരുന്നു. ഞാൻ മൊത്തത്തിൽ ചക്കപ്പഴത്തിൽ ഈ ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കും. എനിവേസ്, ഞാൻ പോവാണ്. ഇനി അവിടെ എത്തിയതിന് ശേഷം കാണാം. ബൈ. അങ്ങനെ ഞാൻ ദേ മാത്യുവിൻ്റെ സ്റ്റുഡിയോയിലെത്തി. വെളിയിലെത്തിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫോട്ടോ ഇവിടെ മാത്രമല്ല, ഞാൻ താഴെയും കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഇവിടെ വേറൊരാളുണ്ട്. അതാരാടോ? ഇപ്പൊ അശ്വിൻ ഇവിടെയും ഉണ്ട്, എംലോഫ്റ്റിന്റെ ഫോണിങ്ങിലും ഉണ്ട്. എവിടെ പോയാലും ഇപ്പൊ താനാണല്ലോടോ. ഹലോ മാത്യു. മനോജ് ഉണ്ട് അവിടെ. ദേ ഞാൻ മനോജിനെ കുറച്ച് ജോലിയൊക്കെ ഏൽപ്പിച്ചു. കാര്യം ഞാൻ സ്റ്റെപ്പ് കയറിയാ വന്നത്. അപ്പൊ ഇതും കൂടെ പിടിച്ചെങ്കിൽ ഞാൻ ഇന്ന് മരിച്ചേനെ. ഓ, ഇവിടെ ഉണ്ട് നല്ല ക്യൂട്ട് ഫോട്ടോ. ഓ, ഇത് പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഞാനൊരു സുന്ദരി തന്നെ അല്ലേ. അത് ബ്രൈഡൽ ഷവർ. അന്ന് ആ ബേബി ഷവറിന് ഞാൻ ഇങ്ങനെ അല്ലല്ലോ ഇരുന്നത്. ഹായ്. ഇവിടെയാണ് നമ്മുടെ ഷൂട്ട് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ഒരു 1 hour പണി തീർക്കാമല്ലേ നമുക്ക്. നമ്മൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടല്ലേ എല്ലാം സെറ്റ് ചെയ്യുന്നത്. എടുത്തു തുടങ്ങിയില്ലേ? ഞാൻ അതിലാ പേയ്മെന്റ് ഒക്കെ ചെയ്തത്. ആ ഫോൺ വെളിയിൽ വെച്ചു. ആദ്യം ഈ ലുക്കിലാണ് കേട്ടോ, പിന്നെ വേറെ സെറ്റപ്പ്. ജസ്റ്റ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തോട്ടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെ വരുന്നത് കൂടെ ഇതൊന്ന് കാണണമായിരുന്നു. പോർട്രേറ്റ് ആണ്
സ്ട്രെയിറ്റ് അല്ലേ ഇത്? ആ, സ്ട്രൈറ്റ് അങ്ങനെ ഇരുന്നിട്ട് കൈ ഇങ്ങനെ സൈഡിലോട്ട് വെച്ചിട്ട് ഇത് ആ അതെ ഓക്കെ അത് നേരെ ആ വെള്ളം ഇല്ല ആ എന്താ വെള്ളം ഇല്ല? ആ. Okay, guys, start to wash. Your this thing should come loose. And it is not something to do. It's right on the place. Come closer, please. ഈ തന്നെ കാലം ഇവന് കാലൊന്നും വരുത്തണ്ട. അല്ലാതെ ക്ലോസ് ആ ക്ലോസ് മതി, ടൈറ്റ് ക്ലോസ് മതി. കാലൊന്നും വരുത്തണ്ട. മനസ്സിലായോ? ആ. അതിലോട്ട് ക്യാമറ നോക്കണം. ശരിയായിട്ടുണ്ടോ ആ ക്യാമറ നോക്കാൻ തിരിച്ചാൽ മതി. ക്രിക്കറ്റ് പ്ലെയർ നിൽക്കണ്ട, നിൽക്കുന്ന ഇഷ്ടമാണ്. എന്റേത് പക്ഷേ കാല് വരാതെയും കൂടെ കുറച്ച് പോസിറ്റീവ്. ആ എന്റെ കാല് വേറെ ഒരു മൂദേവി കാലം. കുട്ടി വേറെ സ്ഥലമില്ലേ? പുറത്തിറങ്ങിയിട്ടൊക്കെ ഞാൻ 2000 സ്ക്വയർ ഫീറ്റ് പിടിച്ചിരുത്തായിരുന്നു. ആ കൈ ഇങ്ങനെ താഴോട്ട് വെച്ച് ടാറ്റു കാണുന്ന പോലെ ശേഷം കൂടെ കുറച്ചുകൂടെ ഒന്ന് നേരെ ഇരിക്കേണ്ടി വരും. ഇങ്ങനെ ഇരിക്കണം. അല്ല അശ്വന്റെ കാല് പറ്റി മടക്കി വെക്കുന്ന പോലെ ഇരിക്കും, അതായിരിക്കും നല്ലത്. ഇങ്ങനെയാ കുറച്ചുകൂടെ ക്യാഷ്വൽ ആയിട്ടിരിക്കുന്നത് കാലാണ്. ഹെയർ ഒത്തിരി കയ്യിലോട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേ. ലുക്ക് ഈ സൈഡും കൂടെ കൊടുത്ത് വയറിനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ക്യാമറ വാങ്ങി മാറില്ല, അതിൽ തന്നെ ഒരു വീഡിയോ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ റോളിംഗ് റോളിംഗ് ആണ്.
ഓക്കെ. ഓക്കെ റെഡി. സിമ്പിൾ ഇവിടെ നോക്കി, ക്യാമറ നോക്കി. ചിൻ കുറച്ചുകൂടെ ഡൗൺ ആണ്. അശ്വിൻ്റെ ചിൻ കുറച്ച് അത്ര മതി. വൈറ്റിൽ സപ്പോർട്ട് ചെയ്തോ. അശ്വിൻ ബ്രോയുടെ കണ്ണടച്ചേ, കണ്ണ് തുറന്ന് നോക്കി, ക്യാമറ നോക്കി. അത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം. നീയും കൂടെ അത് വെച്ചേ, അത് വെച്ച്. അശ്വിൻ ബ്രോയുടെ ഫേസ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വിട്ടെ, ഫ്രണ്ടിലോട്ട് വിട്ടെ. അതെ, നീ കണ്ണോട് നോക്കി, കണ്ണോട് നോക്കി. അങ്ങനെ വെച്ചോ, അത് വെച്ചോ, അത് വെച്ചോ. ഫേസ് അടുത്ത് വരട്ടെ, ഫേസ് അടുത്ത് വരട്ടെ. ഫേസ് അടുത്ത് വന്നാലേ വലിയൂല, മനസ്സിലായില്ലേ? മടങ്ങി ഇങ്ങനെ പോകും, പിടിച്ചു വെക്കണം. പിടിച്ചു വെച്ച കുഴപ്പമില്ല, ഞാൻ പിടിച്ചാ വെക്കുന്നത്, ഇതിലേക്ക് നിൽക്കുന്നില്ല. നമ്മുടെ ഫേസ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരട്ടെ. ജസ്റ്റ് എന്തെങ്കിലും കവർ ഉണ്ടെങ്കിൽ ഫേസ് ഒന്ന് മാക്സിമം ഒന്ന് ക്ലോസ് ആയിട്ട് കൊണ്ടുപോകും. ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രോ നോർമലായിട്ട് വാങ്ങിക്കുക. ഒന്ന് 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 ജസ്റ്റ് നോർമലായിട്ട് വാങ്ങിക്കുക. അങ്ങനെ ഫേസ് ഫേസ് വീട്ടിൽ അല്ലല്ലോ, അല്ലല്ല ഫേസ് ഫേസ് തന്നെ നോക്കി. കാല് കുറച്ചുകൂടെ എന്തെങ്കിലും കാല് ക്രോസ് ചെയ്യാനോ ലൈറ്റ് ഒന്നും നോക്കട്ടെ. ലൈറ്റ് ഒന്നും നോക്കട്ടെ. ലൈറ്റ് കൊള്ളാം. കാല് ബാക്കിലോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ
ക്യൂട്ട് ആൻഡ് ഷോർട്ട് മെറ്റേണിറ്റി ഷൂട്ട് തീർന്നിരിക്കുകയാണ്. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അത് ഇവിടെ സ്റ്റുഡിയോയിലും കൂടെ ആയിരുന്നു. വെരി കംഫർട്ടബിൾ, നല്ല 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 കൂൾ ഒരു ടെമ്പറേച്ചറിലിരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി. വന്നു. പിന്നെ മാത്യുവിനായാലും എനിക്കായാലും നമുക്ക് തമ്മിൽ നേരത്തെ അറിയാമെന്നുണ്ട്. ഹി നോസ് വാട്ട് ഐ വോണ്ട് ആൻഡ് നമ്മൾ ടക്ക് ടക്ക് ടക്കെന്ന് കാര്യം പറയുന്നു, തീർക്കുന്നു. ഇറ്റ് വാസ് വെരി ഫാസ്റ്റ് ആൻഡ് വെരി നൈസ് ഓൾസോ, വെരി പ്രൊഡക്റ്റീവ് ഡേ. ആൻഡ് ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് എവിടെയെങ്കിലും പോയി ഒരു ചായ കുടിക്കണം, എന്തെങ്കിലും ഒരു കടി കഴിക്കണം, കാരണം നല്ല വിശപ്പുണ്ട്. ഇവിടെ വയറൊക്കെ ഇച്ചിരി ഈ സൈഡിലോട് തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ ആളുടെ തലയാണോ ചന്തിയാണോ ഈ സൈഡിലെന്ന് എനിക്കറിയില്ല, തള്ളിയിരിക്കുകയാണ്. അശ്വിൻ എങ്ങനെയുണ്ടായിരുന്നു? പെട്ടെന്ന് തീർന്നു അല്ലേ? കംഫർട്ടബിൾ വെരി കംഫർട്ടബിൾ ടു ഷൂട്ട് ദ സ്റ്റുഡിയോ ആക്ച്വലി അല്ലേ? ഞാൻ സത്യം പറയാം, ഞാൻ മാത്യുവിൻ്റെ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഐ റിയലി ലൈക്ക്. നമുക്ക് ഇനിയും പ്ലാൻ ചെയ്യാൻ പറ്റും ഇവിടെ കുറേ കാര്യങ്ങൾ അല്ലേ? പലതും വന്ന് ക്ലോസപ്സ് ആണെന്നൊക്കെ ഇവിടെ നല്ലപോലെ പ്ലാൻ ചെയ്യാം. മാത്യുവിന് എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് തീർന്നു? വളരെ കംഫർട്ടബിൾ ഷൂട്ടായിരുന്നല്ലോ. വേഗം തീർന്നില്ലേ? ഞാൻ വലിയ മെനക്കെടുത്തുന്ന ഒരാളല്ല. ഞാൻ തന്നെ ഒരു 10 ഫോട്ടോ എടുത്തത് ഞാൻ വളരെ ഹാപ്പിയാണ് ആ ഫോട്ടോയിൽ. കാരണം മാത്യുവിനെ അറിയാം എനിക്ക് എന്ത് ടൈപ്പാണ് വേണ്ടത്. ആ രീതിയിലൊക്കെ എടുത്ത് തരും പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പോകുന്നു. ഈ നാളെ ഫോട്ടോസും റീലും മാത്യു തരാൻ ഏറ്റിട്ടുണ്ട്. ഏറ്റില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കാം. കമൻറ്റിൽ 2 തേറി മാത്യു വിളിക്കും. ഓക്കെ, അപ്പോൾ ബൈ. ഞാനിനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ബൈ പറഞ്ഞു. ബൈ. ഇറങ്ങാൻ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇത് കണ്ടത്. ഈ സെയിം ഇതിൽ ഏതോ ഒരു ഫോട്ടോ അല്ലേ എം ലോഫ്റ്റിൽ വെച്ചേക്കുന്നത്? ഇതാണോ? അത് താൻ എന്നെ കിസ് ചെയ്യുന്ന ഫോട്ടോ ആണ് എം ലോഫ്റ്റ് വെച്ചേക്കുന്നത്. കിസ് ചെയ്യുന്ന ഫോട്ടോ ആണ് എം ലോഫ്റ്റ് വെച്ചേക്കുന്നത്. ഞാൻ ഇത്രയും ഫേമസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ഇറങ്ങിയപ്പോൾ അടുത്ത ഫ്ലോറിലും ഉണ്ടായിരുന്നു. അശ്വിനാണ് കാണിച്ചത്. ആ ജാക്കറ്റ് ശാന്തിനി കിടിലമായിട്ടാണ് ചെയ്തതല്ലേ? ഷൈനി സൂപ്പറായിട്ടാണ് ചെയ്തത്. നമ്മൾ സ്ഥിരം ഗോൾഫ്ലിക്സിൻ്റെ അവിടെ ചായ കുടിക്കുന്ന ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ സ്പ്രിംഗ് റോളാണ് പറയുന്നത്. സ്പ്രിംഗ് റോൾ ഇല്ല, അപ്പോൾ കട്ട്ലെറ്റ് കിട്ടി. അപ്പോൾ മനോജ് ഇതേ കട്ട്ലെറ്റും കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇവിടുത്തെ കട്ട്ലെറ്റ് പക്ഷേ നല്ലതാണ്. പക്ഷേ ഇച്ചിരി പെപ്പർ കൂടുതലാണ്. ഐ പ്രിഫർ സ്പ്രിംഗ് റോൾ മോർ. ഒരു കട്ടൻ ചായ കൂടെ വരട്ടെ. ഓക്കെ, നമ്മളിനി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നു. യെസ്, ഡിന്നർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് പൊട്ടും വിശപ്പില്ല. ഞാൻ 3 കട്ട്ലെറ്റാണ് ഇപ്പോൾ അടിച്ച് കയറ്റിയത്. അതിനൊക്കെ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഇഷാനി, ഞാൻ കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവള് കുക്കർ കേക്ക് ഉണ്ടാക്കുവാണ്. ഒബ്വിയസ്ലി അവള് വ്ളോഗ് എടുക്കുവാണ്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് ബാക്കി വ്ളോഗൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അവൾ എന്നെ കുക്കറിനകത്തിട്ട് എന്നെയും കൂടെ കുക്കർ കേക്ക് ആക്കി മാറ്റും. ഞാൻ ജസ്റ്റ് ആ കേക്ക് കഴിക്കുന്നതിന്റെ മാത്രം ഒരു ഷോട്ട് പറ്റി അവളോട് ചോദിച്ചിട്ട് അതിനകത്ത് എടുക്കാം. അതൊരു മര്യാദ. ഞാൻ എന്താ ഇപ്പൊ വീട്ടിലോട്ട് എത്താറായി. നമുക്ക് പറയുമ്പോ ഫ്ലാറ്റിന്റെ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീടെത്തും. പിന്നെ ഇന്ന് കുറച്ച് നേരമായിട്ട് ബേബി വല്ലാത്തൊരു രീതിയിൽ വയറിൽ കിടന്ന് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ആള് ഇറങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വല്ലാത്തൊരു കുലുക്കമാണ്. കുറച്ചു നേരം അശ്വിൻ ഫോണും വെച്ചിരുന്നു കഴിഞ്ഞാൽ അശ്വിൻ മിക്കവാറും വഴിയിൽ തന്നെ ഛർദ്ദിക്കും. അതുകൊണ്ട് നമുക്ക് വീടെത്തിയിട്ട് കാണാം. ടാറ്റാ. നമ്മൾ വന്നു. കേക്കിന്റെ ഇനോഗ്രേഷൻ സെറിമണിയൊക്കെ കഴിഞ്ഞു. അതിഷാന്റെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ജസ്റ്റ് തിന്നാൻ ഒരു ബിറ്റ് കാണിക്കാൻ. അശ്വിൻ്റെ എൻ്റെയും വൺ ഓഫ് ദ ഫേവറേറ്റ് കേക്കാണ്. കാരണം അതിനകത്ത് മധുരവും കുറവാ. ഭയങ്കര അലിഞ്ഞു പോവും. നമ്മൾ രണ്ടുപേരും കൂടെ അതിനെ പിച്ചിയൊക്കെ ഹാഫ് ആക്കി തന്നു. അന്ന് ഈ കേക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ആ ശരിയാ. എന്നിട്ട് ഞാൻ പക്ഷെ ഛർദ്ദിച്ചു അല്ലേ? എന്നിട്ട് ഞാൻ പോയി ഛർദ്ദിച്ച് ഇത് മൊത്തം വെളി കളഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ആർത്തി മൂത്ത് ഞാൻ കഴിച്ചു. അത് അന്ന് എനിക്ക് വേറെ ഒന്നും തിന്നാൻ പറ്റാത്തപ്പോൾ ഇത് മാത്രം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഹെവൻ. ഒരു സാധനം കഴിക്കാൻ പറ്റിയപ്പോൾ. ഹൗ വാസ് യുവർ ഫോട്ടോഷൂട്ട്? കൊള്ളായിരുന്നു. മാത്യുവിന് കറക്റ്റായിട്ട് അറിയാമല്ലോ നമുക്ക് എന്താ വേണ്ടത്. മാത്യുവിന് അറിയാം എൻ്റെ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ. ടക്ക് 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 ഒരു 10 ഫോട്ടോയിൽ 5 ഫോട്ടോ ഞാൻ ഓക്കെ പറയും. അത് മാത്യുവിന് അറിയാം. അവിടെ മാത്യു ഭയങ്കര കാമായിട്ടായിരുന്നു. ഞാൻ ചെന്നു, മാത്യുവോടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു, ഇരുന്നു, ഫോട്ടോ എടുത്തു. ഓക്കെ, കിട്ടിയോ? ഫോട്ടോ ഫോണിൽ കിട്ടിയോ? ഇല്ല, നാളെ തരും. ഞാൻ അതിൻ്റെ ചെറിയ BTS ഒരു അമ്മയുടെ ഫോണിൽ അയച്ചിട്ടുണ്ട്. ഓ, ഞാൻ നോക്കാം. നാളെ നമ്മൾ ലഞ്ചിന് ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോകണം. ഒരു ഏർലി ലഞ്ച്. എന്നിട്ട് നമുക്ക് കിംസ് 2 o'clock എത്തണം. നമ്മുടെ നാളെയാണ് നമ്മുടെ ഷിഫ്റ്റിംഗ് ഒക്കെ. ഗോ ഡൗൺ ടു സ്റ്റോർ ഒക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ. രാവിലെ നമ്മൾ പോകും. നമ്മൾ 10:30 ആകുമ്പോൾ പോകും. അവിടെ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ലഞ്ചിന് വരാം. ലഞ്ചിന് വന്നിട്ട് കിംസിൽ പോവാം. അതാണ് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഭയങ്കര ഓർമ്മയുണ്ടത്. അന്ന് എപ്പോഴും ദേവനായിട്ടാക്കി ഭയങ്കര ഫ്ലോപ്പായി പോയിട്ടുണ്ട്.
ഫോസിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ശാരി എടുത്ത് കേക്ക് അമ്മൂമ്മ എൻജോയ് ചെയ്യുന്നു. വെറുതെ ഓക്കെ, എനിക്ക് വീട്ടിൽ തന്നെ സ്പായ്ക്കും പെഡിക്യൂറിനും ആളുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എൻ്റെ കാലിൽ അവസാനമായിട്ട് നെയിൽ പോളിഷ് ഇട്ടത് എത്രയോ മാസമായി. എനിക്കത് റിമൂവ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു, കുനിയാൻ വയ്യായിരുന്നു. അങ്ങനെ അവസാനം അമ്മ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു നെയിൽ പോളിഷും കൂടി ഇട്ട് കഴിഞ്ഞാൽ വൈബാവുമെന്ന് വെച്ചാൽ നെയിൽ പോളിഷ്. ഞാൻ പിന്നെ പറഞ്ഞു എൻ്റെ കാലിൽ നഖം പൊട്ടിയിരിക്കുകയാണ്, ഇപ്പോൾ നെയിൽ പോളിഷ് ഇട്ടിട്ട് വലിയ കാര്യമില്ല. പക്ഷെ അമ്മ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് സ്റ്റൈലായിട്ട് പോയി പ്രസവിക്കാം എന്നുള്ളൊരു വൈബിലാണ് ഇപ്പോൾ അമ്മ ഇരിക്കുന്നത്. അച്ഛൻ സ്പാ ട്രീറ്റ്മെൻറ്റാണ്. ഇനി മറ്റേ പണ്ട് ഞാൻ ഛർദ്ദിക്കുമ്പോൾ മറ്റേ ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ടിരിക്കാൻ പറയത്തില്ലേ, അത് ഭയങ്കര വൈബായിരുന്നു. ഞാൻ അത് മിസ് ചെയ്യുന്നുണ്ട്. കൊള്ളായിരുന്നു ആക്ച്വലി. ബക്കറ്റിൽ കല്ലുപ്പിട്ടിട്ട് അതിങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് ആ ചൂടുവെള്ളത്തിൽ ഇരിക്കുമായിരുന്നു. അപ്പം കുറച്ച് നേരം ഛർദ്ദിക്കുന്നതിനെ പറ്റി ആലോചിക്കത്തില്ല. അങ്ങനെ ഇന്നലെ എനിക്ക് എൻ്റെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇന്നാണ് എൻ്റെ ഹോസ്പിറ്റൽ ദിനം. അപ്പോൾ നമ്മൾ ട്രിവാണകപ്പിൽ 5 കഴിക്കാൻ വന്നു. അപ്പോൾ എന്തായാലും അമ്മയും അശ്വിനും ഉണ്ടായിരുന്നു. ഇവരെ വെച്ച് വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണ് തുടങ്ങിയത്. ഇന്നലെ അത് ഊരി വെച്ചിട്ട് ഞാൻ വീണ്ടും അത് തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ വീണ്ടും ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. സീ യു ഓൾ സൂൺ വിത്ത് ബേബിയുടെ പുതിയ മേടിച്ച ഐറ്റംസ്. ടിൽ ദെൻ ബൈ.